നമസ്കാരം. 2023 പിന്നിലാക്കി അങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ്. 2023 കേരളത്തിന് എന്ത് സമ്മാനിച്ചു? നേട്ടങ്ങൾ, നഷ്ടങ്ങൾ, കോട്ടങ്ങൾ, അങ്ങനെ സമ്മിശ്രമായിരുന്ന ഒരു വർഷം. പുതുവർഷത്തിലേക്ക് നാം കാൽവയ്ക്കുമ്പോൾ പോയ വർഷത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം അത് അനിവാര്യമാണ്. കേരളം 2023 കേരളത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ വർഷമായി കൂടിയാണ് അടയാളപ്പെടുത്തുക. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, കെ-ഫോൺ, ഒപ്പം തന്നെ വാട്ടർ മെട്രോ, ആ പട്ടിക അങ്ങനെ നീളും. പ്രതിരോധത്തിൻ്റെ കരുത്തറിയിച്ച നിപ്പയും എടുത്തു പറയേണ്ടത് തന്നെ. അങ്ങനെ കോവിഡ് എന്ന മഹാമാരിയിൽ നിന്നും കരകയറി നവകേരളത്തിലേക്ക് ചവിട്ടിക്കയറിയ ഒരു വർഷം കൂടിയാണ് ഈ 2023. പതിറ്റാണ്ടുകളുടെ സ്വപ്നം കരതൊടുന്ന അതിജീവനം. അതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തിരുവനന്തപുരം. തുറമുഖം യാഥാർത്ഥ്യമായത് കരാറൊപ്പിട്ട് 8 വർഷത്തിനൊടുവിലാണ്. ചൈനയിൽ നിന്നും വിഴിഞ്ഞത്തെത്തിയ ഷെൻഹുവ 15 എന്ന കപ്പൽ തീരത്തേക്കെത്തിയത് സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു കേരളത്തിന്. നായനാർ സർക്കാരിന്റെ കാലത്ത് ഉടലെടുത്ത ആശയം കെ കരുണാകരന്റെ കാലത്ത് ആദ്യ കരാർ ഒപ്പിടുന്നു. എന്നാൽ അത് കരാർ മാത്രമായി അവശേഷിച്ചു. VS അച്യുതാനന്ദന്റെ കാലത്ത് പദ്ധതിയെ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. എന്നാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന AK ആന്റണി അനുമതി നിഷേധിച്ചു. തുടർന്ന് 2015 ഓഗസ്റ്റ് 17 ഉമ്മൻചാണ്ടി സർക്കാർ അദാനി കമ്പനിയുമായി കരാർ ഒപ്പുവെച്ചു. പിന്നീട് പദ്ധതിയിൽ കാര്യക്ഷമമായ തുടർ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കാതെ കിടന്ന സമയത്താണ് LDF സർക്കാർ അധികാരത്തിൽ വരുന്നതും പദ്ധതിക്ക് പുതുജീവൻ വയ്ക്കുന്നതും. മഹാമാരിയിലും പ്രതിഷേധങ്ങളിലും തളരാതെയുള്ള LDF സർക്കാരിന്റെ നിശ്ചയദാർഢ്യമാണ് പദ്ധതിയുടെ നെടുന്തൂൺ. അങ്ങനെ കരാർ ഒപ്പിട്ട് 8 വർഷത്തിനും ആശയമുടലെടുത്ത് 22 വർഷങ്ങൾക്കും ശേഷം സാക്ഷാത്കരിക്കുന്ന സ്വപ്നം കൂടിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. സംസ്ഥാനത്തെ 20 ലക്ഷത്തോളം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം. അതാണ് കെ-ഫോൺ പദ്ധതി. സ്വകാര്യ കേബിൾ ശൃംഖലയുടെയും മൊബൈൽ സേവനദാതാക്കളുടെയും ചൂഷണത്തിന് അവസരമൊരുക്കരുതെന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ കെ-ഫോൺ പദ്ധതിക്ക് തുടക്കമിട്ടത്. ആദ്യഘട്ടത്തിൽ 28,376 സർക്കാർ ഓഫീസുകളിൽ കണക്ഷൻ ഉറപ്പാക്കി. 18,941 ഓഫീസുകളിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കി. ഓരോ നിയോജക മണ്ഡലത്തിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 100 കുടുംബങ്ങൾക്ക് സൗജന്യമായി ഇന്റർനെറ്റ് സേവനമാണ് ഇതിലൂടെ ഉറപ്പാക്കിയത്. 4,422 ഗുണഭോക്താക്കൾക്ക് ഇതിനകം പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു. ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസിന് കൊച്ചിയിൽ അങ്ങനെ തുടക്കമായി. 100 പേർക്ക് യാത്ര ചെയ്യാവുന്ന 8 ഇലക്ട്രിക് ഹൈബ്രിഡ് ബോട്ടുകളാണ് വാട്ടർ മെട്രോയുടെ ഭാഗമായുള്ളത്. പദ്ധതി പൂർണ്ണമായും പൂർത്തിയാകുന്നതോടെ 10 ദ്വീപുകളിലായി 38 ടെർമിനലുകൾ ബന്ധിപ്പിച്ച് 78 ബോട്ടുകൾ സർവീസ് നടത്തും. മലിനീകരണം കുറയ്ക്കാൻ സാധിക്കുമെന്നതാണ് വലിയ പ്രതീക്ഷ. വളരെ കുറഞ്ഞ യാത്രാ നിരക്കും വാട്ടർ മെട്രോയുടെ പ്രത്യേകതയാണ്. ദരിദ്രരില്ലാത്ത നവകേരളം. അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത ഏക സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലേക്ക് കേരളം ഒരു പടി കൂടി അടുത്തു. നീതി ആയോഗിന്റെ ബഹുമുഖ ദാരിദ്ര്യ സൂചികയിൽ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. 2025 സംസ്ഥാനത്തെ പൂർണ്ണമായും അതിദാരിദ്ര്യമുക്തമാക്കുകയാണ് ലക്ഷ്യം. അതിദരിദ്ര കുടുംബങ്ങളിലെ 93%യും 2024 നവംബർ 1 അതിദാരിദ്ര്യ മുക്തരാക്കാൻ നിലവിലെ പ്രവർത്തനങ്ങൾക്ക് സാധിക്കും. ഏറ്റവും വികസിതമായ വ്യവസായങ്ങളുടെ ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യവുമായി വ്യവസായ നയം 2023.
ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളം 28-ൽ നിന്ന് 15-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. വൻകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഫലമായി 11,000 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമാണ് സംസ്ഥാനത്തിന് ലഭിച്ചത്. 41 പൊതുമേഖലാ സ്ഥാപനങ്ങൾ 384.68 കോടി രൂപയുടെ പ്രവർത്തന ലാഭത്തിലെത്തി. ഇവയെല്ലാം കേരളത്തിന്റെ വ്യവസായ വളർച്ചയുടെ ഒരു ഭാഗം മാത്രമാണ്. അങ്ങനെ സർവ്വമേഖലയും വികസനം തൊട്ടറിഞ്ഞ വർഷം കൂടിയായി മാറുകയാണ് 2023. കോഴിക്കോടുണ്ടായ നിപ വൈറസ് ബാധയെ പൂർണ്ണമായും അതിജീവിച്ചത് ആരോഗ്യവകുപ്പിന്റെ മികവ് കൊണ്ടായിരുന്നു. ഇത്തവണത്തെ വ്യാപനത്തിൽ ആകെ 6 പേർ പോസിറ്റീവായി. അതിൽ 2 പേർ മരണമടഞ്ഞു. ആരോഗ്യവകുപ്പ് കൈക്കൊണ്ട അടിയന്തര നടപടികൾ രോഗത്തിന്റെ വ്യാപനം കുറച്ചു. 42 ദിവസത്തെ ഇൻക്യുബേഷൻ പൂർത്തിയാക്കി മറ്റ് പോസിറ്റീവായിരുന്നവരും നിരീക്ഷണത്തിലായിരുന്നവരും ആശുപത്രി വിടുമ്പോൾ കേരളത്തിന്റെ ആരോഗ്യമേഖല അർഹിക്കുന്നു ആ മികവിന്റെ കയ്യടി. ജനം നെഞ്ചിലേറ്റിയ 2 പരിപാടികൾ പറയാതെ 2023 നമുക്ക് പറഞ്ഞുവിടാൻ സാധിക്കുകയില്ല. കേരളത്തിന്റെ മഹോത്സവമായി മാറിയ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കേരളത്തിന്റെ മുഖം രേഖപ്പെടുത്തിയ കേരളീയം, ഒപ്പം തന്നെ ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ച നവകേരള സദസ്സ്, നിലയ്ക്കാത്ത ഉറവ് പോലെ ജനസാന്നിധ്യം കൊണ്ട് ജനസാഗരം കൊണ്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയവ. എല്ലാ മേഖലയും ഒരു കുടക്കീഴിൽ, ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ, ഭാവി കേരളത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ, അതാണ് കേരളീയം. കേരളത്തിന്റെ പ്രൗഢിയും പെരുമയും സംസ്കാരവും വിളിച്ചോതിയ കേരളീയം, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ലുകളായ മതനിരപേക്ഷത, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഫെഡറൽ ഘടന, പാർലമെന്ററി ജനാധിപത്യം എന്നീ മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നവകേരളം സൃഷ്ടിക്കാൻ പ്രതിജ്ഞാബദ്ധമായ കേരള സമൂഹം മുന്നിൽ നിൽക്കുമെന്ന പ്രഖ്യാപനം കൂടിയായിരുന്നു കേരളീയം. എല്ലാ വേർതിരിവുകൾക്കും അതീതമായ ജനമനസ്സിന്റെ ഒരുമയാണ് കേരളീയം ഊട്ടിയുറപ്പിച്ചത്. കേരളത്തിന്റെ ആത്മാഭിമാന പതാകയാണ് കേരളീയം ഉയർത്തിയത്. കേരളീയം ധൂർത്താണ് എന്നാക്ഷേപിച്ചവർക്കുള്ള മറുപടി ഇതിലേക്ക് ഒഴുകിയെത്തിയ ജനം തന്നെയായിരുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങൾക്കിടയിൽ 140 മണ്ഡലങ്ങളിലും സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലെ അഭിപ്രായം അറിഞ്ഞും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചും, ഒപ്പം കേന്ദ്ര അവഗണനയുടെ വിശദാംശങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ചും. നവകേരള സദസ്സ് എന്ന ജനകീയ സംവാദ പരിപാടി ജനാധിപത്യ ഭരണനിർവഹണ ചരിത്രത്തിലെ അത്യപൂർവ അധ്യായമായാണ് മാറിയത്. ജനങ്ങൾക്ക് സർക്കാരിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നതും പ്രതിപക്ഷത്തിലുള്ള വിശ്വാസം കുറയുന്നതും ഈ യാത്രയുടെ ബാക്കിപത്രമാണ്. സംസ്ഥാനത്തിന്റെ വടക്കേയറ്റമായ മഞ്ചേശ്വരം മുതൽ തെക്കേയറ്റത്തെ പാറശാല വരെയുള്ള യാത്ര 36 ദിവസം കൊണ്ടാണ് സംസ്ഥാന മന്ത്രിസഭ പൂർത്തിയാക്കിയത്. കാസർഗോഡ് മഞ്ചേശ്വരത്തെ പൈവള്ളികയിൽ നിന്ന് ആരംഭിച്ചപ്പോൾ മുതൽ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളുടെ സംയുക്ത സദസ്സിലൂടെ യാത്ര സമാപിക്കും വരെയും കണ്ടത് മന്ത്രിസഭയെ വരവേൽക്കുന്ന ജനസഞ്ചയമാണ്. പ്രതിപക്ഷം ബഹിഷ്കരണം പ്രഖ്യാപിച്ചെങ്കിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ UDF അംഗങ്ങൾ നവകേരള സദസ്സിന്റെ ഭാഗമായത് പ്രതിപക്ഷത്തിന് തന്നെ തിരിച്ചടിയായി. ഒപ്പം നവകേരള സദസ്സ് രാഷ്ട്രീയമല്ല എന്ന ശക്തമായ സന്ദേശവും നൽകി.
കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടാനുള്ള അവസരം കൂടി തള്ളിക്കളഞ്ഞതിലൂടെ ജനങ്ങളിൽ നിന്നും പ്രതിപക്ഷം കൂടുതൽ അകലുന്നതാണ് നവകേരള സദസ്സ് എന്ന യാത്ര ബാക്കിവെക്കുന്നത്. സർക്കാർ പ്രവർത്തനങ്ങളിൽ പ്രതിപക്ഷ എതിർപ്പ് അത് സ്വാഭാവികമാണ്. എന്നാൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർക്ക് ചേരുന്നതാണോ രാഷ്ട്രീയ ഇടപെടൽ? അത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാലോ? ഇതാണ് 2023 രാഷ്ട്രീയ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയം. സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവനായ ഗവർണർ പ്രവർത്തിക്കേണ്ടത് മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭയുടെ സഹായവും ഉപദേശവും അനുസരിച്ചാണ് എന്നത് ആർട്ടിക്കിൾ 163(1) അർദ്ധശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം വ്യക്തമാക്കുന്നുണ്ട്. സ്വമേധയാ പ്രവർത്തിക്കാൻ ഗവർണർക്ക് അവസരമുണ്ടാകുന്നത് മന്ത്രിസഭ നിലവിലില്ലാതെ ഭരണഘടനാദത്തമായ ചുമതലയുള്ളപ്പോൾ മാത്രമാണ്. ആർട്ടിക്കിൾ 164(1) പ്രകാരം മുഖ്യമന്ത്രിയുടെ ഉപദേശമാണ് മന്ത്രിമാരുടെ നിയമനത്തിന് ആധാരം. മന്ത്രിസഭയ്ക്ക് നിയമസഭയോടാണ് കൂട്ടുത്തരവാദിത്വമെന്നും വ്യക്തമാക്കുന്നു. എന്റെ സർക്കാർ എന്നാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറയുന്നത്. എന്നാൽ തന്റെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പ്രതിസന്ധിയിലാഴ്ത്താമോ? ഇതാണ് 2023 ഏറ്റവും കൂടുതൽ ചർച്ചയായത്. കേരള നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിൽ കാലതാമസം വരുത്തുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി. 2022 നിലപാട് ഗവർണർ 23 അതേ രീതിയിൽ തുടർന്നു. കേരള നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പുവെക്കുന്നത് അനിശ്ചിതമായി നീട്ടി. സർക്കാരിൽ നിന്നും വിശദീകരണം തേടി. ബില്ലുകളിൽ അവ്യക്തത ഉണ്ടെങ്കിൽ സർക്കാരിൽ നിന്ന് ഗവർണർക്ക് വ്യക്തത തേടാം. തുടർന്ന് മന്ത്രിമാർ രാജ്ഭവനിൽ നേരിട്ടെത്തി കാര്യങ്ങൾ വിശദീകരിച്ചു. പക്ഷേ മുഖ്യമന്ത്രി നേരിട്ടെത്തണം എന്നതായി ഗവർണറുടെ നിലപാട്. ഓരോ ബില്ലുകളുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർ തന്നെ നേരിട്ടെത്തി വിശദീകരിച്ചിട്ടും മുഖ്യമന്ത്രി നേരിട്ടെത്തണം എന്ന നിലപാട് തീർത്തും രാഷ്ട്രീയപരമായിട്ടാണ് നിയമവിദഗ്ധർ ഉൾപ്പെടെ വിലയിരുത്തിയത്. ബില്ലുകൾ 2 വർഷത്തിലധികമായി തീരുമാനമാകാതെ രാജ്ഭവനിൽ കിടന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു. നിലവിൽ തെലങ്കാന, തമിഴ്നാട് എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും സർക്കാരുകൾ ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. തെലങ്കാന സർക്കാർ ഈ വിഷയം ഉന്നയിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുമുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ നിയമപരമായ മാർഗങ്ങൾ തേടാതെ മറ്റൊന്നും സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയില്ല. പിന്നാലെ സുപ്രീം കോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനം കേൾക്കേണ്ടി വന്ന സാഹചര്യത്തിൽ 7 ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടാനും മറ്റുള്ളവ ഘട്ടം ഘട്ടമായി ഒപ്പുവയ്ക്കുകയും ചെയ്തു ഗവർണർ. ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ മാറ്റണമെന്ന ബിൽ ഉൾപ്പെടെയാണ് രാഷ്ട്രപതിക്ക് വിട്ടത് എന്നതും പ്രസക്തം. ഇവിടെ തീരുന്നില്ല ഗവർണറുടെ തെറ്റായ നടപടികൾ. കേരള സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 17 പേരെയാണ് നോമിനേറ്റ് ചെയ്തത്. ഇതിൽ സർവകലാശാല നൽകിയ അക്കാദമിക് മികവുള്ള 8 വിദ്യാർത്ഥികളുടെ പട്ടിക തള്ളിയാണ് ABVP-ക്കാരായ 4 വിദ്യാർത്ഥികളെ നോമിനേറ്റ് ചെയ്തത്. മറ്റ് 9 പേരുടെ കാര്യത്തിലും സമാനമായ സാഹചര്യം തന്നെ. അതായത് ഗവർണർ നോമിനേറ്റ് ചെയ്തതിൽ ഭൂരിപക്ഷം പേരുടെയും യോഗ്യതയല്ല രാഷ്ട്രീയ പശ്ചാത്തലമാണ് സെനറ്റിലേക്ക് പരിഗണിക്കുന്നതിന് മുൻഗണന നൽകിയിരിക്കുന്നത് എന്നത് വ്യക്തം. ഇതിനെതിരെയാണ് വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ഗവർണറുടെ നോമിനേഷൻ കോടതി സ്റ്റേ ചെയ്തത്. ഗവർണറുടെ നോമിനേഷൻ വന്നപ്പോൾ തന്നെ ചാൻസലറുടെ നടപടിക്കെതിരെ SFI പ്രവർത്തകർ പ്രഖ്യാപിത സമരത്തിലേക്ക് കടന്നു. പക്ഷേ അവിടെ ഗവർണർ സ്വീകരിച്ച നിലപാട് ആ പദവിക്ക് ചേരുന്നതാണോ എന്നതാണ് ചോദ്യം. കാലിക്കറ്റ് സർവകലാശാലയിൽ ചാൻസലറെ കയറ്റില്ല എന്ന് വിദ്യാർത്ഥികൾ പ്രഖ്യാപിച്ചപ്പോൾ വിദ്യാർത്ഥികളെ വെല്ലുവിളിച്ച് സർവകലാശാലയിൽ താമസിക്കാൻ എത്തി. SFI പ്രവർത്തകർ കെട്ടിയ ബാനറുകൾ പോലീസിനെ കൊണ്ട് അഴിപ്പിക്കുന്നു. ഇതൊരു ചാൻസലർ അനുവർത്തിക്കാൻ പാടുണ്ടോ? പ്രോട്ടോകോൾ ലംഘിച്ച് പോലീസിനെ അറിയിക്കാതെ കോഴിക്കോട് മിഠായി തെരുവിൽ ഇറങ്ങി നടക്കുന്നു.
സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമം ഗവർണർ തുടരുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിന് പ്രധാനമന്ത്രിക്ക് കത്തയക്കേണ്ടി വരെ വന്നു. കേരള പോലീസ് രാജ്യത്തെ മികവുറ്റ സേനയാണ് എന്നത് 2023 അവർ തെളിയിച്ചു. എലത്തൂർ ട്രെയിൻ തീവയ്പിൽ സംസ്ഥാനം ഒന്ന് പതറിയെങ്കിലും പതറാതെയുള്ള കേരള പോലീസിന്റെ പ്രവർത്തനം സംസ്ഥാനം വിട്ട പ്രതിയെ പിടികൂടുന്നതിലേക്കെത്തി. ഒപ്പം തന്നെ മനുഷ്യ മനസാക്ഷിയെ വ്യതയുടെയും ആശങ്കയുടെയും ആഴത്തിലാഴ്ത്തിയ 6 വയസ്സുകാരിയുടെ തട്ടിക്കൊണ്ടുപോകൽ കേസ്. അതിലും ശാസ്ത്രീയമായിട്ടായിരുന്നു പ്രതികളിലേക്ക് പോലീസ് എത്തിയത്. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ D1 കോച്ചിന് തീവയ്ക്കുന്നു. കേരളത്തെ നടുക്കിയ സംഭവത്തിൽ ഒരു കുഞ്ഞടക്കം 3 പേരുടെ ജീവൻ നഷ്ടമാകുകയും 9 യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൃത്യം നടത്തിയ ശേഷം പ്രതി ഷാരൂഖ് സൈഫി സംസ്ഥാനം വിട്ടു. എന്നാൽ ട്രെയിൻ തീവെച്ച ശേഷം പുറത്തേക്ക് ചാടിയ പ്രതിക്ക് പരിക്കേറ്റിരുന്നു. അത് പോലീസ് കണ്ടെത്തി. ഇയാൾ രത്നഗിരിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്ന വിവരം പോലീസിന് ലഭിച്ചു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കാനായത്. രത്നഗിരിയിലെ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് നിർണായകമായത്. രത്നഗിരിയിൽ നിന്ന് പ്രതി ഷാരൂഖ് സൈഫിയെ മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സേന പിടികൂടി. തുടർന്ന് കേരള പോലീസിന് കൈമാറി. കേരള പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതി ഷാരൂഖ് സൈഫി കുറ്റം സമ്മതിച്ചു. ട്രാക്കിൽ കണ്ടെത്തിയ ബാഗ് തന്റേതാണെന്നും സമ്മതിച്ചു. പിന്നീട് കേസ് NIA ഏറ്റെടുത്തു. UAPA ചുമത്തിയ കുറ്റപത്രത്തിൽ ഷാരൂഖ് സൈഫി മാത്രമാണ് പ്രതിയെന്നും വ്യക്തമാക്കി. ഷാരൂഖ് സൈഫിയുടേത് ജിഹാദി പ്രവർത്തനമാണെന്നത് കുറ്റപത്രത്തിൽ NIA പറയുന്നു. ആക്രമണത്തിന് കേരളം തിരഞ്ഞെടുത്തത് ഇയാളെ തിരിച്ചറിയാതിരിക്കാനാണെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ജനങ്ങളെ ഭീതിയിലാക്കുക എന്നതായിരുന്നു ഷാരൂഖ് സൈഫിയുടെ ലക്ഷ്യം. എന്നാൽ ഈ സംഭവത്തിന് പിന്നാലെ സമൂഹമാധ്യമങ്ങളിൽ അടക്കം വിഷം വമിക്കുന്ന തരത്തിലെ സന്ദേശങ്ങൾ പടർന്നു. അതിൽ കേരള പോലീസിന്റെ ഇടപെടൽ അഭിനന്ദനാർഹമാണ്. മറ്റൊന്ന് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതായിരുന്നു കൊല്ലം ഓയൂരിലെ 6 വയസ്സുകാരി അബിഗേൽ സാറയെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത്. തട്ടിക്കൊണ്ടുപോയവരെ കണ്ടെത്തിയത് പോലീസിന്റെ അന്വേഷണ മികവ് കൊണ്ടാണ് എന്നതിൽ സംശയമില്ല. അനാവശ്യ വിവാദങ്ങൾ തങ്ങൾക്കെതിരെ ഉയരുമ്പോഴും കേസിൽ പോലീസ് നീങ്ങിയത് തീർത്തും ശാസ്ത്രീയമായിട്ടായിരുന്നു. പോലീസിന്റെ ആദ്യ ദൗത്യം കുട്ടിയെയും കൊണ്ട് സംഘം ജില്ല കടക്കുന്നത് തടയുക എന്നതായിരുന്നു. ഒപ്പം കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുകയും. ആ ദൗത്യത്തിൽ പോലീസ് വിജയിച്ചു. പോലീസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി കുട്ടിയെ അവർ കൊല്ലം ആശ്രമം മൈതാനത്ത് ഉപേക്ഷിച്ചു. തുടർന്ന് പ്രതികളെ കണ്ടെത്തുക എന്ന വെല്ലുവിളി നിറഞ്ഞ രണ്ടാം ദൗത്യം ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന്റെയും ദക്ഷിണ മേഖല IG സ്പർജൻ കുമാറിന്റെയും DIG R നിശാന്തിനിയുടെയും മേൽനോട്ടത്തിൽ 200 അംഗ സംഘം പല കോണുകളിലേക്ക് നീങ്ങി. കേസിൽ കേരള പോലീസ് പരാജയം എന്ന ആരോപണങ്ങൾ ഉയരുമ്പോഴും ഇരട്ടി മനോവീര്യത്തോടെ പ്രതികൾക്കായി പോലീസ് വലവിരിച്ചു. വലിയ മാധ്യമ സമ്മർദ്ദത്തെ അടക്കമാണ് പോലീസ് അതിജീവിച്ചത്. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ മുന്നോട്ടുപോക്ക്. പ്രതികൾ കുഞ്ഞിന് ലാപ്ടോപ്പിൽ കാർട്ടൂൺ കാണിച്ചു എന്ന കുഞ്ഞിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ IP അഡ്രസ്സിലേക്കും തുടർന്ന് പ്രതികളിലേക്കും പോലീസ് എത്തി. തുടർന്ന് നാടകീയമായി തെങ്കാശിയിൽ നിന്നും പ്രതികളായ പത്മകുമാറിനെയും ഭാര്യ അനിത, മകൾ അനുപമ എന്നിവരെയും പോലീസ് പിടികൂടി. അന്വേഷണത്തിന്റെ ദിശ തെറ്റിക്കാനായി പ്രതികൾ പലകുറി ശ്രമിച്ചെങ്കിലും കൃത്യമായ പാതയിലൂടെയുള്ള മുന്നോട്ടുപോക്കാണ് കേസിൽ പോലീസ് നടത്തിയത്. കേരള പോലീസിന്റെ അന്വേഷണ മികവിന് മറ്റൊരു അംഗീകാരമായി 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ അന്വേഷണം. രാഷ്ട്രീയ കേരളത്തിൽ ജനകീയ നേതാക്കളുടെ വിടവാങ്ങൽ എന്നും ഒരു വിടവ് നിലനിർത്തുന്നവയാണ്. ഉമ്മൻചാണ്ടി മുതൽ കാനം രാജേന്ദ്രൻ വരെ 2023 രാഷ്ട്രീയ കേരളത്തിന്റെ ജനകീയ നഷ്ടങ്ങൾ. പകരക്കാരില്ലാത്ത അമരക്കാർ. 2023 എന്നത് ഒരുപിടി ജനകീയ നേതാക്കളുടെ വിടവാങ്ങലിനും കേരളം സാക്ഷിയായി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ജനങ്ങളുമായി കൂടുതൽ അടുപ്പിച്ച നേതാവ്, വലിയ ഗ്രൂപ്പ് പോരാട്ടങ്ങൾക്കിടയിലും അതിജീവിച്ച വ്യക്തി.
കേരള ജനത ഒന്നടങ്കം തേങ്ങി ആ വിയോഗത്തിൽ. അതിന്റെ നേർസാക്ഷ്യമായിരുന്നു തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള വിലാപയാത്ര. ആൾക്കൂട്ടത്തെ ഏറെ ഇഷ്ടപ്പെട്ട ഉമ്മൻചാണ്ടിയെ നേരവും കാലവും വകവയ്ക്കാതെ അതേ ആൾക്കൂട്ടം യാത്രയാക്കുന്നതിന് സാക്ഷിയായി കേരളം. എന്നും സാധാരണക്കാരനും തൊഴിലാളികൾക്കും വേണ്ടി പോരാടിയ കരുത്തുറ്റ നേതാവ് ആനത്തലവട്ടം ആനന്ദൻ. കയർ തൊഴിലാളിയായി തുടങ്ങിയ സമര പോരാട്ടങ്ങളിലൂടെയാണ് ആനത്തലവട്ടം ആനന്ദൻ നേതൃസ്ഥാനത്തെത്തിയത്. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്ഥാനം യാത്രാമൊഴിയേകിയത്. കേരളത്തിലെ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ 6 പതിറ്റാണ്ടുകാലം നയിച്ച നേതാവിന്റെ മൃതദേഹം വിലാപയാത്രയായാണ് ശാന്തികവാടത്തിൽ എത്തിച്ചത്. ഓരോ നേതാക്കളും വിങ്ങിപ്പൊട്ടി തങ്ങളുടെ പ്രിയ നേതാവിന്റെ വേർപാടിൽ. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. അപ്രതീക്ഷിതമായിരുന്നു ആ വിടവാങ്ങൽ. ആരോഗ്യ പ്രശ്നങ്ങൾ മാറി തങ്ങളുടെ പ്രിയ നേതാവ് തിരിച്ചെത്തും എന്ന ഏവരുടെയും പ്രതീക്ഷ അസ്ഥാനത്തായി. LDF-ൽ CPI ബന്ധം എന്താണ് എന്നത് അടയാളപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചവരിൽ ഒരാൾ. വിദ്യാർത്ഥി കാലഘട്ടം മുതൽ പോരാട്ടത്തിന്റെ വഴികളിലേക്ക് ഇറങ്ങിയവർ. ജീവിതകാലം മുഴുവൻ ജനങ്ങൾക്കായി പോരാടിയ ജീവിതം. ഇതുതന്നെയാണ് ഇവരുടെ ജീവിത കാഴ്ച. സമാനതകളില്ലാത്ത വികസനം, അതാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖം. നവകേരള സൃഷ്ടി എന്ന ആശയത്തിലേക്ക് നമുക്ക് ഒരു പടി കൂടി അടുക്കാം, ഒറ്റക്കെട്ടായി. നന്ദി, നമസ്കാരം.